Welcome back to Ingenious Accounts and Commerce. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ മറ്റു ചില എറേഴ്സിൻ്റെ കൂടെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് നമുക്കിന്ന് എഴുതാം. സസ്പെൻസ് അക്കൗണ്ടിൻ്റെ സഹായമില്ലാതെ എഴുതാവുന്ന റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അതായത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, ഗുഡ്സ് റിട്ടേൺ ടു റാം ₹1000 were recorded through sales book. ഗുഡ്സ് റിട്ടേൺ ടു റാം, റിട്ടേൺ ഔട്ട്വേർഡ് ആണ്. പർച്ചേസസ് റിട്ടേൺ, പർച്ചേസസ് റിട്ടേൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സെയിൽസ് ബുക്കിലാണ്. ഗുഡ്സ് റിട്ടേൺ ടു റാം ₹1000, ബുക്കിൽ വരേണ്ടിയിരുന്ന ഇഫക്റ്റ് റാം അക്കൗണ്ട് ഡെറ്റർ 1000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 1000. ഈ ഇഫക്റ്റ് ആയിരുന്നു ബുക്കിൽ വരേണ്ടിയിരുന്നത്, കറക്റ്റ് ഇഫക്റ്റ്. പക്ഷേ സെയിൽസ് ബുക്കിലാണ് നമ്മളിത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന ഇഫക്റ്റ് റാം അക്കൗണ്ട് ഡെറ്റർ 1000 ടു സെയിൽസ് അക്കൗണ്ട് 1000. ഇവിടെ ഡെബിറ്റ് ആസ്പെക്ട് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. റാം അക്കൗണ്ടിനെ തന്നെയാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റ് ആസ്പെക്റ്റിലാണ് എറർ. പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം സെയിൽസ് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. സെയിൽസ് അക്കൗണ്ടിൻ്റെ റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യണം. അതിനായി സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 1000. ഇനി പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിന് കറക്റ്റ് ക്രെഡിറ്റ് കൊടുക്കുകയും വേണം. അതിനായി പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യാം. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 1000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 1000. പർച്ചേസസ് റിട്ടേൺ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക് റെക്ടിഫൈഡ്. നരേഷൻ എഴുതി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗുഡ്സ് റിട്ടേൺഡ് ടു രാകേഷ് ₹4000 were recorded in sales return book. ഗുഡ്സ് റിട്ടേൺ ടു രാകേഷ്, റിട്ടേൺ ഔട്ട്വേർഡ്, പർച്ചേസസ് റിട്ടേൺ. ഇവിടെ പർച്ചേസസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്തു. ഗുഡ്സ് റിട്ടേൺ ടു രാകേഷ് ₹4000 എന്നതിൻ്റെ കറക്റ്റ് ഇഫക്റ്റ് വരേണ്ടിയിരുന്നത് രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 4000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 4000. പക്ഷേ സെയിൽസ് റിട്ടേൺ ബുക്കിലാണ് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന ഇഫക്റ്റ്, റോങ് ഇഫക്റ്റ് വന്നിരിക്കുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ 4000 ടു രാകേഷ് അക്കൗണ്ട് 4000. ഈ ഇഫക്റ്റാണ് ബുക്കിൽ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് ആസ്പെക്റ്റും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡെബിറ്റ് ആസ്പെക്റ്റും റോങ് ആണ്, ക്രെഡിറ്റ് ആസ്പെക്റ്റും റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ രണ്ടും ക്യാൻസൽ ചെയ്ത് കറക്റ്റ് ഇഫക്റ്റ് കൊണ്ടുവരണം. അതിനായി നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. ഇവിടെ രാകേഷ് അക്കൗണ്ടിന് റോങ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട് ₹4000. ആ റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യണം. അതിനായി രാകേഷ് അക്കൗണ്ടിനെ ₹4000 ഡെബിറ്റ് ചെയ്യാം. ഇനി കറക്റ്റ് ഇഫക്റ്റ് കൊടുക്കാനായി രാകേഷ് അക്കൗണ്ടിനെ വീണ്ടും ₹4000 ഡെബിറ്റ് ചെയ്യണം. ഗുഡ്സ് റിട്ടേൺഡ് ടു രാകേഷ് എന്ന ട്രാൻസാക്ഷൻ്റെ കറക്റ്റ് ഇഫക്റ്റ് കിട്ടാനായി. ദെൻ വീണ്ടും ഒരു 4000 കൂടി രാകേഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ദെൻ ടോട്ടൽ രാകേഷ് അക്കൗണ്ടിന് ₹8000 ഡെബിറ്റ് ചെയ്യണം. ഫസ്റ്റ് 4000 റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യാൻ, നെക്സ്റ്റ് 4000 കറക്റ്റ് ഇഫക്റ്റ് കിട്ടാനായി. ദെൻ രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 8000. ഇനി സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് റോങ് ഡെബിറ്റ് വന്നിട്ടുണ്ട്. ആ റോങ് ഡെബിറ്റും ക്യാൻസൽ ചെയ്യണം. ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാനായി ആ അക്കൗണ്ടിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ ₹4000 റോങ് ഡെബിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിനായി സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ₹4000 ക്രെഡിറ്റ് ചെയ്യാം ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് 4000. ഇനി കറക്റ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടിയിരുന്നത് പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ദെൻ കറക്റ്റ് ക്രെഡിറ്റ് കൊടുക്കാം ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 4000. രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 8000 ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് 4000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 4000. രാകേഷ് അക്കൗണ്ടിൻ്റെ ₹8000 ഒരു 4000 റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യാൻ, നെക്സ്റ്റ് 4000 കറക്റ്റ് ഇഫക്റ്റ് കിട്ടാനായി. ഇനി സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ റോങ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാനായി സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. കറക്റ്റ് ഇഫക്റ്റ് കിട്ടാനായി പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ റെക്ടിഫിക്കേഷൻ എൻട്രി വന്നിരിക്കുന്നത് രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 8000 ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് 4000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 4000. പർച്ചേസസ് റിട്ടേൺ റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് റിട്ടേൺ ബുക്ക് റെക്ടിഫൈഡ്. നരേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൾഡ് മെഷീനറി സോൾഡ് അറ്റ് ബുക്ക് വാല്യൂ for ₹3000 were posted to സെയിൽസ് അക്കൗണ്ട്. ഓൾഡ് മെഷീനറി സെയിൽ നടത്തി, അസറ്റ് സെയിൽ ചെയ്തു,
പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ്. ഓൾഡ് മെഷീനറി സോൾഡ്, അസറ്റ് സെയിൽ നടത്തി. ദെൻ ബുക്കിൽ വരേണ്ടിയിരുന്ന ഇഫക്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു മെഷീനറി അക്കൗണ്ട് 3000. ക്യാഷ് റിസീവ് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി സെയിൽ നടത്തി, അസറ്റ് ഡിക്രീസ് ചെയ്തു, ദെൻ മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഈ ഇഫക്റ്റ് ആയിരുന്നു ബുക്കിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ ഇത് സെയിൽസ് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന ഇഫക്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു സെയിൽസ് അക്കൗണ്ട് 3000. ഈ ഇഫക്റ്റാണ് ബുക്കിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഡെബിറ്റ് ആസ്പെക്ട് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ആസ്പെക്റ്റിലാണ് എറർ വന്നിരിക്കുന്നത്. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. സെയിൽസ് അക്കൗണ്ടിൻ്റെ റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യണം. മെഷീനറി അക്കൗണ്ടിന് കറക്റ്റ് ക്രെഡിറ്റ് കൊടുക്കുകയും വേണം. സെയിൽസ് അക്കൗണ്ടിൻ്റെ റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യാം. അതിനായി സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഇനി മെഷീനറി അക്കൗണ്ടിന് കറക്റ്റ് ക്രെഡിറ്റ് കൊടുക്കണം. അതിനായി മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യാം. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു മെഷീനറി അക്കൗണ്ട് 3000. സെയിൽ ഓഫ് മെഷീനറി പോസ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് റെക്ടിഫൈഡ്. നരേഷൻ. Fourth one, goods withdrawn for personal use of the proprietor ₹1000 were debited to sundry expenses. പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യങ്ങൾക്കായി നടത്തുന്ന വിഡ്രോവൽസ് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ ബുക്കിൽ വരേണ്ടിയിരുന്ന ഇഫക്റ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 1000 ടു പർച്ചേസസ് അക്കൗണ്ട് 1000. ഇവിടെ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഡ്രോയിങ്സ് പോസ്റ്റഡ് ടു സൺട്രി എക്സ്പെൻസസ് അക്കൗണ്ട്, സൺട്രി എക്സ്പെൻസസ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബുക്കിൽ വന്നിരിക്കുന്ന ഇഫക്റ്റ് സൺട്രി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് 1000. ഈ ഇഫക്റ്റാണ് ബുക്കിൽ വന്നിരിക്കുന്നത്, റോങ് ഇഫക്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ് ആസ്പെക്ട് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്, ഡെബിറ്റിലാണ് എറർ. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. സൺട്രി എക്സ്പെൻസസിൻ്റെ റോങ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യണം. കറക്റ്റ് ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ടിന് കൊടുക്കുകയും വേണം. കറക്റ്റ് ഡെബിറ്റ് കൊടുക്കാനായി ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇനി സൺട്രി എക്സ്പെൻസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യണം. അതിനായി ആ അക്കൗണ്ടിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ടു സൺട്രി എക്സ്പെൻസസ് അക്കൗണ്ട്. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 1000 ടു സൺട്രി എക്സ്പെൻസസ് അക്കൗണ്ട് 1000. Drawings posted to sundry expenses account rectified. Narration. Last one. Goods withdrawn for personal use of the proprietor ₹2000 were credited to sales account. ഇവിടെ പ്രൊപ്രൈറ്റർ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി ഗുഡ്സ് വിഡ്രോ ചെയ്തിരിക്കുന്നു. അത് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ്. ഈ ഗുഡ്സ് വിഡ്രോവലിൻ്റെ കറക്റ്റ് ഇഫക്റ്റ് വരേണ്ടിയിരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് 2000. ഈ ഇഫക്റ്റ് ആയിരുന്നു ബുക്കിൽ വരേണ്ടിയിരുന്നത്. പേഴ്സണൽ ആവശ്യത്തിനായി പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് വിഡ്രോവൽ നടത്തി. അതിൻ്റെ കറക്റ്റ് ഇഫക്റ്റ് വരേണ്ടിയിരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു പർച്ചേസസ് അക്കൗണ്ട് 2000. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്നാണ്. ദെൻ ബുക്കിൽ വന്നിരിക്കുന്ന ഇഫക്റ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു സെയിൽസ് അക്കൗണ്ട് 2000. ഈ ഇഫക്റ്റാണ് ബുക്കിൽ വന്നിരിക്കുന്നത്. ഡെബിറ്റ് ആസ്പെക്ട് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റിലാണ് എറർ. പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം സെയിൽസ് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. റോങ് ഇഫക്റ്റ് ക്യാൻസൽ ചെയ്യണം. സെയിൽസ് അക്കൗണ്ടിൻ്റെ റോങ് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യണം. അതിനായി സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഇനി പർച്ചേസസ് അക്കൗണ്ടിന് കറക്റ്റ് ക്രെഡിറ്റ് കൊടുക്കുകയും വേണം. അതിനായി പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യാം. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു പർച്ചേസസ് അക്കൗണ്ട് 2000. Drawings of goods credited to sales account rectified. Narration. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.